അസ്സലാമു അലൈക്കും. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. നാം നിയ്യത്ത് വെച്ച് പ്രവേശിച്ചിരിക്കുന്ന പരിശുദ്ധമായ നോമ്പ് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി പൂർത്തിയാക്കാനും ഈ പരിശുദ്ധമായ ദിവസങ്ങളുടെ മഹത്വം ലഭിക്കുന്ന ഇബാദത്തായി അല്ലാഹു അത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ദുആ ചെയ്യുകയാണ്. ഇന്ന് നോമ്പ് 26. ഇന്നത്തെ മഗ്രിബോടെ 27-ാം രാവിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ലോക മുസ്ലിമീങ്ങൾ വലിയ മഹത്വത്തോടെ കാണുന്ന ഒരു രാവാണ്, രാത്രിയാണ് റമദാൻ 27-ന്റെ രാത്രി, 27-ാം രാവ്. ലൈലത്തുൽ ഖദർ എന്നാണെന്ന് വ്യക്തമായി നമുക്ക് അറിയിപ്പ് തന്നിട്ടില്ലെങ്കിലും അതിന് പല സാധ്യതകളും അഇമ്മത്തുകൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ പലതും നാം കേട്ടു മനസ്സിലാക്കി. എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത പറയപ്പെടുന്ന രാത്രിയാണ് 27-ാം രാവ്, 27-ന്റെ രാത്രി എന്ന നിലയിൽ ആണ് ലോകവിശ്വാസികൾ മുഴുവനും 27-ാം രാവിന്റെ ഒരു പ്രത്യേകത കൊടുക്കുന്നത്. നമ്മുടെ കേരളക്കരയിൽ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും പരിശുദ്ധ ഹറമുകളിൽ പോലും, വിശുദ്ധ മക്കയും മദീനയും അടക്കം എല്ലാ സ്ഥലങ്ങളിലും 27-ാം രാവ്, റമളാൻ 27-ാം രാവ് ഒരു പ്രത്യേക പരിഗണന നൽകപ്പെട്ടു വരുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യത 27-ാം രാവിനുള്ളത് കൊണ്ട് തന്നെയാണ് ആ ഒരു പരിഗണന. ആ സാധ്യത എങ്ങനെ വന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബി പ്രമുഖരൊക്കെയും 27-ാം രാവിന് കൂടുതൽ സാധ്യത പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിൽ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് മാത്രം പറയുന്ന ഒരു അധ്യായമുണ്ട്. അറിയോ? ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് മാത്രം, വേറെ ഒന്നും അതിൽ ചർച്ച ചെയ്യുന്നില്ല, വേറൊരു വിഷയമില്ല. പല സൂറത്തുകളിലും വ്യത്യസ്ത വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു അധ്യായത്തിൽ ലൈലത്തുൽ ഖദർ മാത്രമേ ചർച്ച ചെയ്യുന്നു. അതേതാ? സൂറത്തുൽ ഖദർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് തുടങ്ങുന്ന ചെറിയ സൂറത്ത്, അതിൽ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് മാത്രമേ പറയുന്നുള്ളൂ. സ്വഹാബി പ്രമുഖനാകുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനയും പൊരുത്തവും ലഭിച്ച സ്വഹാബിയാണ്. അല്ലാഹുമ്മ അല്ലിമുൽ ഖുർആൻ, അല്ലാഹുവേ ഇബ്നു അബ്ബാസിന്, അബ്ബാസ് തങ്ങളുടെ മകനാകുന്ന അബ്ദുള്ളക്ക് നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ് നിബിധങ്ങൾ പൊരുത്തം കൊടുത്ത് പ്രാർത്ഥിച്ച സ്വഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്പത്തിലെ പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും എന്തെങ്കിലും തർക്കങ്ങൾ വരുമ്പോൾ ഫത്വ ചോദിക്കാൻ ഇബ്നു അബ്ബാസ് തങ്ങളെ സമീപിച്ചിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാം. സ്വഹാബത്തിന്റെ ഫത്വ ബോർഡുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ അതിന് തീർപ്പ് കൽപ്പിക്കാൻ, അതിന് ഇസ്ലാമിക നിയമം പറഞ്ഞു കൊടുക്കാനുള്ള മുഷാവറ കമ്മിറ്റി സ്വഹാബത്തിനുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ എന്ന് ചരിത്രങ്ങളിൽ കാണാം. ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുടെ ഭരണകാലഘട്ടത്തിലൊക്കെ മുഷാവറ മെമ്പർമാരിൽ ഒരു പ്രധാനപ്പെട്ട അംഗമായിരുന്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ. എന്തെങ്കിലും തർക്ക വിഷയങ്ങളൊക്കെ വരുമ്പോ ഇവരോട് പ്രത്യേകം ചോദിക്കും, ഇബ്നു അബ്ബാസ് തങ്ങളെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് നിബിധങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്? എന്തെങ്കിലും ഒരു തീരുമാനം വന്നാൽ ഇങ്ങനെ തന്നെയല്ലേ ഇതിന്റെ മറുപടി എന്നൊക്കെ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളോട് ചോദിക്കുന്ന ഒരു പതിവ് മുതിർന്ന സ്വഹാബത്തിന് പോലും ഉണ്ടായിരുന്നു. ആ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത്, നിബിധങ്ങളിൽ നിന്ന് ഖുർആൻ അല്ലാഹുവേ അബ്ദുള്ളക്ക് നീ അറിയിച്ചു കൊടുക്കണേ, ഖുർആനിന്റെ അറിവ് അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിന് കൊടുക്കണേ എന്ന് പറഞ്ഞ് നബിതങ്ങളെ പ്രാർത്ഥന കിട്ടിയ മഹാനുഭാവൻ പറയുന്നത്, ഖുർആനിന്റെ ഈ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പറയുന്ന സൂറത്തുൽ ഖദറിൽ നിന്ന് തന്നെ
27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ്. അതിന് ഒരു കാര്യം ബഹുമാനപ്പെട്ടവർ പറയുന്നത്, സൂറത്തുൽ ഖദറിൽ ലൈലത്തുൽ ഖദർ എന്ന പദം, ലൈലത്തുൽ ഖദർ, ഖദറിന്റെ രാത്രി എന്ന പദം 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അല്ലെ? 3 വട്ടല്ലേ? അല്ലെ? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദരി. പിന്നെ ഈ 3 തുടക്കത്തിലുള്ള 3 ആയത്തുകളിൽ 3 വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട്. ലൈലത്തുൽ ഖദർ എന്ന് പറയുമ്പോ 9 അക്ഷരങ്ങളുണ്ട്. ലാമ്, യാ, ലാമ്, ഹാത്താ. പിന്നെ ലൈലത്തുൽ എന്ന് പറയുമ്പോൾ അലിഫും ലാമും ഉണ്ട്. അലിഫും ലാമും, ഖാഫ്, ദാല്, റാ. 9 അക്ഷരമാണ് ലൈലത്തുൽ ഖദർ എന്ന പദം പറയുമ്പോൾ, നാമം പറയുമ്പോൾ ഉള്ളത്. ഈ 9 അക്ഷരമുള്ള ഈ നാമത്തെ 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. 3 × 9 എത്രയാ? 3 × 9 27. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ലൈലത്തുൽ ഖദർ എന്ന നാമത്തിൽ 9 അക്ഷരമുണ്ട്. 9 അക്ഷരമുള്ള ഈ നാമം ആ സൂറത്തിൽ 3 വട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അഥവാ 27 എന്നതാണ് അതിന്റെ ഗുണിതം. അതുകൊണ്ട് 27-ാം രാവിനാണ് ലൈലത്തുൽ ഖദർ എന്നതിലേക്ക് ഈ ഒരു രൂപം സൂചന നൽകുന്നുണ്ട് എന്ന് ഖുർആനിന്റെ അറിവ് ഇബ്നു അബ്ബാസിന് കൊടുക്കണേ എന്ന് പറഞ്ഞ് നബിതങ്ങൾ പ്രത്യേകം പ്രാർത്ഥന നൽകി കൊടുത്ത മഹാനുഭാവൻ പറയുകയാണ്. മാത്രല്ല, മഹാനുഭാവൻ പറയുന്നു, ആ സൂറത്ത് ഇങ്ങനെ വരുമ്പോൾ അതിന്റെ അവസാനം വരെ എടുത്തു നോക്കിയാൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ 30 വാക്കുകളാണ് അതിൽ കാണാൻ കഴിയുക. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന ഇതില് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ, അഴിച്ച് പരിശോധിക്കുമ്പോ ഒരുപാട്, പക്ഷെ പ്രത്യക്ഷത്തിൽ നോക്കുന്നവർക്ക് 30 വാക്കുകൾ അതിൽ കാണാൻ കഴിയും. 30 വാക്ക്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തി അൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, അങ്ങനെ തുടങ്ങി എണ്ണുമ്പോൾ 30 വാക്കുകൾ ലൈലത്തുൽ ഖദർ സൂറത്തുൽ ഖദറിൽ കാണാൻ കഴിയും. 30 വാക്ക്. അതിൽ സലാമുൻ ഹിയ, സലാമുൻ ഹിയ, ആ രാത്രി രക്ഷയാണ്. സലാമുൻ രക്ഷയാണ്, ഹിയ ആ രാത്രി. ഹിയ എന്നുള്ളത് അറബി പഠിക്കുന്നവർക്കറിയാം, അത് വമീർ എന്ന് പറയും, സർവനാമം മറച്ചു പറയുന്ന ഒരു പദമാണ്. സലാമുൻ ഹിയ, സൂചനാനാമമെന്നും സർവനാമമെന്നൊക്കെ പറയുന്ന ആ ലമീർ, ഈ ലമീറായി സലാമുൻ ഹിയ, ആ രാത്രി രക്ഷയാണ്. ആ രാത്രി, ഏത് രാത്രി? ആ ഒളിഞ്ഞിരിക്കുന്ന രാത്രി, ആ മറഞ്ഞിരിക്കുന്ന രാത്രി രക്ഷയാണെന്ന് പറയുന്ന ആ ഹിയ എന്ന് പറയുന്ന ലമീറിനെ സൂചനാനാമമായി അല്ലാഹു കൊണ്ടുവന്ന, സർവനാമമായി അല്ലാഹു കൊണ്ടുവന്ന ഹിയ എന്ന ലമീർ 27-ാമത്തെ വാക്കാണ്. 27-ാമത്തെ വാക്കാണ് ഹിയ എന്നുള്ള ലമീർ. അതും മറഞ്ഞിരിക്കുന്ന ഈ ഉമ്മത്തിന് സമ്മാനമായി കൊടുത്ത ആ രാത്രി 27-ാം രാവാണെന്നതിലേക്ക് സൂചിപ്പിക്കുന്നു എന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ നിലക്കൊക്കെയാണ്. അതിനു പുറമെ വേറെയും സ്വഹീഹായ ഹദീസുകൾ ഇഷ്ടം പോലെയുണ്ട്. ബഹുമാനികളെ, 27-ാം രാവിന് പ്രത്യേകമായി ഇഅ്തികാഫ് ജൽസകളും പ്രാർത്ഥനാ മജ്‌ലിസുകളും ഒക്കെയായി വിശ്വാസി സമൂഹം റമളാനിന്റെ ആ ഒരു രാവിനെ പ്രത്യേകമായി പരിഗണിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നമുക്ക് അങ്ങനെ ഒരുമിച്ച് കൂടണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. റസൂൽ തറാവീഹിന് ശേഷം സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഇന്നത്തെ രാത്രി ഖത്മ് ഓതിയിട്ട് കൂട്ടമായി ഖത്മുകൾ പൂർത്തിയാക്കി മരണപ്പെട്ടവർക്ക് ഹദിയ ചെയ്ത് ദുആ ചെയ്യണം. അതുപോലെ തസ്ബീഹ് നിസ്കരിക്കണം, തൗബ ചെയ്ത്. പരിശുദ്ധ റമളാൻ നമുക്ക് അവസരമാണ്. ആ റമളാനിൽ തന്നെ ഒരുപാട് അവസരങ്ങൾ അല്ലാഹു പലതായി നമുക്ക് തരികയാണ്. അതിൽ അല്ലാഹു തരുന്ന അവസാനത്തെ ഒരു പിടിവള്ളിയാണ് ഈ അവസാനത്തെ പത്തിലുള്ള ഇതുപോലെയുള്ള ശ്രേഷ്ഠമായ രാവുകൾ, പ്രത്യേകിച്ച് 27-ാം രാവ്. ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടി സംഗമിക്കുന്ന ജീവിതത്തിൽ കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തം കൂടിയാണ്. അല്ലാഹു തആല ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നത്തെ രാത്രി അല്ലാഹുവിന്റെ ഇബാദത്തിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഉറക്കൊഴിച്ച് അല്ലാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരുപാട് നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്ക് ആഫിയത്തും
തൗഫീഖും പ്രത്യേകമായ ഹിമ്മത്തും ഖുവ്വത്തും ഒക്കെ അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.